കൂട്ടുകാരിയിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ശ്രീജ, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, എനിക്ക് 36 വയസ്സുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ പ്രഗ്നന്റ് ആണ്. അതെ. അപ്പൊ ഈ ഷുഗറിനെ കുറിച്ച് ചോദിക്കാനാണ്. എനിക്ക് ഫാസ്റ്റിംഗ് 82 ഉണ്ടായിരുന്നു. പിന്നെ GTT ചെയ്തപ്പോ അത് ലാസ്റ്റ് 85. അപ്പൊ ഡോക്ടർ പറഞ്ഞ് അരിയാഹാരം കുറയ്ക്കണം എന്ന് പറഞ്ഞു. അരിയാഹാരം കുറയ്ക്കണം. ഷുഗറിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ടോ മാഡം? ഈ അളവ് പറഞ്ഞ സ്ഥിതിക്ക് ഷുഗറിന്റെ കംപ്ലൈന്റ് ഇല്ല. പിന്നെ ആദ്യത്തെ കുട്ടിക്ക് എത്ര വയസ്സായി? ആദ്യത്തെ കുട്ടിക്ക് 2 വയസ്സും 4 മാസമായി. ആ കുട്ടിയെ ഗർഭിണിയായിരുന്ന സമയത്ത് ഷുഗർ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്നെങ്കില് ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ബ്ലഡ് ഷുഗർ അളവ് കുറവാണെങ്കിലും ഇനിയിപ്പം ഈ ഗർഭം തുടർന്ന് പോണ സമയത്ത് ഇനിയും ബ്ലഡ് ഷുഗർ വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നല്ലോ? ഇല്ലായിരുന്നു. അപ്പൊ എന്നിരുന്നാലും തടി വളരെ കൂടുതലാണോ? 70 കിലോ ഉണ്ടായിരുന്നു. 100 കിലോ. അപ്പൊ 70 കിലോ. അപ്പൊ 70 കിലോ തന്നെ കുറച്ച് കൂടുതലല്ലേ? അപ്പൊ അരി ആഹാരവും മധുരപലഹാരങ്ങളും ഉപ്പുള്ള ആഹാരങ്ങളും ഒക്കെ കുറയ്ക്കണം. പിന്നെ കുറച്ചു കഴിഞ്ഞാല് നമുക്കൊരു നല്ല രീതിയിൽ ഈ ഗർഭം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ ആദ്യത്തെ സിസേറിയൻ ആയിരുന്നു. അപ്പൊ രണ്ടാമത്തെ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ടോ? ഇപ്പൊ ഒരു പ്രാവശ്യം സിസേറിയൻ ചെയ്ത സ്ഥിതിക്ക് ഒരു പ്രാവശ്യം കൂടെ ആയിക്കോട്ടെ, സാരമില്ല. രണ്ടാമത് അപ്പൊ അതാണ് സേഫ്. പണ്ടത്തെ പോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം വരുന്നതിനേക്കാളും ആ ഡോക്ടർ മനസ്സിലാക്കി അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളില്ല. മറ്റേ ഇങ്ങനെ രണ്ടാമത് നമ്മള് വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് പ്രയാസമല്ലേ? ഓക്കെ, കൂട്ടുകാരിയിലേക്ക് വിളിച്ചതിന് നന്ദി. ഇപ്പം വന്ധ്യതയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മള് പൊണ്ണത്തടി പറയുന്ന അതിന് മുമ്പ് ഡോക്ടർ നമുക്ക് വീണ്ടും ഒരു കോൾ ഉണ്ട്. ഹലോ 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 നമസ്കാരം. കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ കൃഷ്ണകുമാരി, തൃശ്ശൂർ നിന്നാണ്. സംസാരിച്ചോളൂ മാഡം, ഡോക്ടറോട് പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. ഞാൻ ഇവിടെ മെൻസസ് ആവുമ്പോ എനിക്ക് 4 ദിവസം വരെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു 7-8 ദിവസമായി വീണ്ടും അത് കണ്ടു തുടങ്ങണം. ഞാൻ അങ്ങനെ ഇവിടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. അപ്പൊ സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോ അതില് ഫൈബ്രോയിഡ് ഉള്ളതായി കണ്ടു. പിന്നെ അന്ന് ആ ഇടയ്ക്ക് തന്നെ DNC ചെയ്തു. പക്ഷെ യൂട്രസിന്റെ ഉള്ളിലായിട്ട് ഒരെണ്ണം ഉണ്ട്, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നെ അതിന് മെൻസസ് ആകുമ്പോ മരുന്ന് കഴിക്കാനും തന്നിരുന്നു, ട്രാഫിക്. അത് കഴിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ വീണ്ടും 7-8 ദിവസമൊക്കെ ആവുമ്പോ വീണ്ടും കണ്ടു തുടങ്ങുന്നുണ്ട് അത്. പിന്നെ എനിക്ക് തൈറോയിഡിന്റെ ഉണ്ടായിരുന്നു. അതിന് മരുന്ന് കഴിച്ച് പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോ നോർമലാണെന്ന് കണ്ടു. അപ്പൊ ഡോക്ടർ വീണ്ടും അത് തുടർന്നോളാൻ പറഞ്ഞു മരുന്ന്. ഇപ്പൊ ഇതിങ്ങനെ മെൻസസ് ആയി കഴിഞ്ഞ് വീണ്ടും കണ്ടു തുടങ്ങുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. യൂട്രസിന്റെ ഉള്ളറയില് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ എടുക്കാൻ പ്രയാസമായിരുന്നു. ആ സമയത്ത് നമ്മളിങ്ങനെ യൂട്രസ് മുഴുക്കെ എടുക്കാൻ പറയും. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. ഈ ലാപ്രോസ്കോപ്പി പോലെ, കീ ഹോൾ സർജറി പോലെ ഹിസ്ട്രോസ്കോപ്പി എന്നൊരു സംഗതിയുണ്ട്. അതായത് യൂട്രസിന്റെ ഈ സെർവിക്സ്, അതായത് തുടങ്ങുന്ന ഭാഗം അവിടെ തൊട്ട് അവിടെ ഒരു ഉപകരണം കടത്തി അതിൽ ലൈറ്റ് കാണും. അത് അവിടെ കൊണ്ടുപോയി ആ ഉള്ളറയിലുള്ള ഫൈബ്രോയിഡിനെ മുഴയെ മാറ്റാൻ സാധിക്കും. അത് സാധാരണ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പരിചയ സമ്പന്നരായ ഡോക്ടർ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരത്തില്ല. കൂട്ടുകാരിയിലേക്ക് വിളിച്ചതിന് നന്ദി. ഇപ്പം ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് പറഞ്ഞു, നമ്മൾ പൊണ്ണത്തടി പറഞ്ഞു തുടങ്ങി നിർത്തി ഡോക്ടർ. അതായത് കൗമാരത്തിലെ തൊട്ടുള്ള പൊണ്ണത്തടിയും പിന്നെ കൗമാരം കഴിഞ്ഞുള്ള വിവാഹിതരായ കുട്ടികളും മിക്കവാറും പേര് ഹസ്ബൻഡൊക്കെ ഇപ്പൊ ഗൾഫിലാണ്. പിന്നെ ഈ ബേക്കറി സാധനങ്ങളെല്ലാം പറഞ്ഞു. അതുപോലെ ഈ പൊണ്ണത്തടിയാണ് ഒരു പ്രധാന കാരണം. അപ്പൊ ഈ പൊണ്ണത്തടി വരുമ്പോ ഗ്രോത്ത് ഹാർമോൺ ഇങ്ങനെ കൂടുമ്പോ അതിന്റെ കൂടെ തന്നെ സെക്സ് ഹാർമോണും കൂടും. അപ്പൊ അതിന്റെ വ്യതിയാനങ്ങൾ വരും. ഈ സാധാരണ നിലയ്ക്ക് നിൽക്കുന്നതിനേക്കാളും കൂടും. അപ്പൊ ഇങ്ങനെ കൂടുമ്പോഴേക്കും എന്തായാലും ഒരു എഗ്ഗ് ഒരണ്ടത്തിൽ ഒരു മാസത്തിൽ വിരിയാനുള്ളതിന് പകരം ഒന്ന് വിരിഞ്ഞ് പാകം ആകുന്നതിന് മുമ്പ് തന്നെ അടുത്തത് വിരിയും.
അങ്ങനെ അത് ഭാഗമാകുന്ന മുമ്പ് അടുത്തത് വിരിയും. അങ്ങനെ ഈ എഗ് ഇങ്ങനെ മാറി മാറി വിരിയുകയും ചെയ്യും. അതേസമയം നമുക്ക് കാര്യത്തിൽ ശരിയാവത്തുമില്ല, പൂർണ്ണ വളർച്ചയും വരില്ല. അങ്ങനെ ഒരു സ്റ്റേജ് വരുന്നതിനാണ് PCOD എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ പേഷ്യൻസ്, ഈ വന്ധ്യതയ്ക്ക് വരുന്ന പേഷ്യൻസ് അവർ തന്നെ വന്നിരുന്ന് ഡോക്ടർ എനിക്ക് PCOD അതൊരു സൂക്കേടായിട്ട് വന്ന് പറയും. അപ്പൊ PCOD എന്ന് വെച്ചാൽ ചോദിച്ചാൽ ഒട്ട് പറയാനും അറിയത്തില്ല, ഇതെന്തുകൊണ്ടാണെന്നും അവർക്കറിയില്ല. അപ്പൊ ഈ PCOD ഇപ്പൊ ഒരു സ്റ്റൈലിഷ് സൂക്കേടായിട്ട് വന്ധ്യതയിൽ ഉണ്ട്. അപ്പൊ ഞാനൊരു 200 കേസ് പഠിച്ചതില് 70 തൊട്ട് 80% PCOD ആണ് വന്ധ്യത. പിന്നെ അടുത്ത കാരണം ഇൻഫെക്ഷൻ. ഡോക്ടർ അതിനെ കുറിച്ച് നമുക്ക് പറയുന്നതിന് ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം, കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? സുനിത വഞ്ചൂരിന്നാണ്. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, എന്റെ മോക്ക് 14 വയസ്സായി. മോക്ക് വെയിറ്റ് നോക്കിയപ്പോ 62. സാധാരണ നല്ല ഇത്തിരി വണ്ണമുള്ള കുട്ടിയാണ്. അപ്പൊ ഈ കഴുത്തിന്റെ ഭാഗം മൊത്തം നല്ല കറുപ്പുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ് പിന്നെ തൈറോയിഡ് ചെക്ക് ചെയ്യണോന്ന് പറഞ്ഞ്. അപ്പൊ ഇങ്ങനെ തൈറോയിഡ് ചെക്ക് ചെയ്ത് തൈറോയിഡ് ഒന്നും കുഴപ്പമില്ല. പക്ഷെ വെയിറ്റ് ഒരു 2 കിലോ മാത്രമാണ് ഇപ്പം കുറഞ്ഞത്. 2-3 മാസമായി പോയി, 3 1 വർഷത്തോളമായി ചെക്ക് ചെയ്തിട്ട്. പക്ഷെ വെയിറ്റ് ഇപ്പൊ കുറയുന്നുമില്ല. ഇത് ഭാവിയിൽ നേരത്തെ മറ്റേ ആങ്കർ കുട്ടി ചോദിച്ചതുപോലെ ഭാവിയിൽ മോക്ക് എന്തെങ്കിലും പ്രശ്നങ്ങള് മറ്റേ പ്രഗ്നൻസിയെ ബാധിക്കും എന്തോ ഒരു ഇത് കേട്ട്, അപ്പൊ അതിന്റെ സംശയം അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. വിഷമിക്കണ്ട, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉപ്പിലിട്ട സാധനങ്ങൾ, അച്ചാറുകൾ കൊടുക്കരുത്. പിന്നെ ഐസ്ക്രീമും നന്നായിട്ട് കഴിക്കുന്ന കുട്ടിയാണ്, ചോക്ലേറ്റ്, ഐസ്ക്രീം അതൊക്കെ അങ്ങ് നിർത്തണം. വല്ലപ്പോഴും ഈ കൊതിക്ക് വേണ്ടി കൊടുത്താൽ മതി. പിന്നെ എണ്ണയിലുണ്ടാകുന്ന പലഹാരങ്ങള് അതും കുറയ്ക്കണം. അങ്ങനെ ഇത് 3ഉം കുറച്ചിട്ട് അപ്പൊ കുട്ടിക്ക് ഫ്രൂട്ട്സ് കൊടുക്ക്. ഫ്രൂട്ട്സ് എന്ന് വെച്ചാല് വാഴപ്പഴം നമുക്ക് നിത്യേന ഉള്ള ഒരു പഴമാണ് നമുക്ക് കേരളത്തിലെ വാഴപ്പഴം. അപ്പൊ വാഴപ്പഴം തന്നെ നിങ്ങൾ ഈ ചെറിയ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങണം. അല്ലാതെ ഇങ്ങനെ പരുത്ത് എന്റെ മോൾക്ക് വേണ്ടി വലിയ വാഴപ്പഴം ഒന്നും കൊണ്ടു കൊടുക്കണ്ട. അതിന് എന്ത് പറ്റുമെന്ന് വെച്ചാല് ഈ ഓരത്തിൽ അതും ഇതുമൊക്കെ കൃത്രിമങ്ങൾ കാണിച്ച് ഒരു പരിപ്പിച്ച് കൊണ്ടുവരണം. അത് വേണ്ട. അത് വാഴപ്പഴം, പാളയംതോടം, മറ്റേ രസകദളി അതൊക്കെയാണ് നല്ലത്. എന്നും ഏത്തപ്പഴം ഒന്നും കൊടുക്കണ്ട. പിന്നെ അരി ആഹാരം ഉച്ചയ്ക്ക് ഊണ് കൊടുക്കണം. പിന്നെ രാവിലെയൊക്കെ ഇഡ്ഡലി ദോശയൊക്കെ ക്രമീകരിക്കണം. ഇപ്പൊ 6 ഇഡ്ഡലി കഴിക്കുന്ന കുട്ടിക്ക് 5 ആക്കി 4 ആക്കി 2 ആക്കി അങ്ങനെ 3 ആക്കി 2 ആക്കി അങ്ങനെ കുറേശ്ശെ കുറച്ചു കൊണ്ടുവരണം. പിന്നെ കൊച്ചിന് വ്യായാമം വേണം. നീന്താൻ കൊണ്ടുപോകാം, നടക്കാൻ കൊണ്ടുപോകാം. ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഇപ്പൊ 9th പഠിക്കുന്നത്. 9th. പഠിത്തത്തിന്റെ കൂടെ കുറച്ച് വ്യായാമം വേണം. പിന്നെ അമ്മയെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറയണം. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അരിയാട്ടുകയും വല്ലതുമൊക്കെ ഇപ്പൊ എല്ലായിടത്തും ഗ്രൈൻഡറും മറ്റു കാര്യങ്ങളും. താങ്കൾക്ക് ജോലിയില്ല, അപ്പൊ മകൾക്ക് പ്രത്യേക ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. കുറച്ച് നടക്കണം. അങ്ങനെ നടന്ന് വ്യായാമവും ആഹാരക്രമവും കൂടെ ശരിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1 വർഷം കഴിയുമ്പോ കുട്ടി വളരെ മെരിയും. ഭാവി അങ്ങ് ശരിയാവുമല്ലോ. കുട്ടി ശരിയായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഭാവിയെ പറ്റി വിഷമിക്കണം? പഠിപ്പിച്ചാ മതി. കൂട്ടുകാരിയിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്കിനി ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. കൂട്ടുകാരിയിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്.